So molecular mechanics considers molecule as a collection of balls held together by springs. അതായത് മോളിക്കുലർ മെക്കാനിക്സിൽ നമ്മൾ ആ ഒരു മോഡൽ ഒരു ക്ലാസിക്കൽ ടൈപ്പ് മോഡലാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി സർഫസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോളിക്കുലർ മെക്കാനിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മോളിക്യൂൾ മേ ബി കൺസിഡേർഡ് ആസ് എ കളക്ഷൻ ഓഫ് ആറ്റംസ് held together by bonds, or simply ഒരു മാക്രോസ്കോപ്പിക് മോഡൽ ആണെങ്കിൽ എ കളക്ഷൻ ഓഫ് ബോൾസ് held together by springs. ഒരുപാട് സ്പ്രിങ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ട് ബോൾ എടുത്തിട്ട് നടുക്കൊരു സ്പ്രിങ് വെച്ച് കണക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതാണ് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ രണ്ട് ബോളും രണ്ട് ആറ്റംസ് ആണ്, ആ സ്പ്രിങ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് മോളിക്കുലർ മെക്കാനിക്സിന്റെ മോഡൽ. And in short, molecular mechanics is a force field method that uses classical models to predict the energy of a molecule as a function of its conformation. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ആ പോയിന്റ്. മോളിക്കുലർ മെക്കാനിക്സിന്റെ നമ്മളൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, in short, molecular mechanics is a force field method that uses classical models to predict the energy of a molecule as a function of its conformation. അതായത് ഒരു മോളിക്യൂളിന്റെ കൺഫർമേഷന്റെ ബേസിൽ, ഒരു മോളിക്യൂൾ ഇരിക്കുന്ന 3D സ്ട്രക്ചറിന്റെ ബേസിൽ ആ മോളിക്യൂളുടെ എനർജിയെ പറ്റി ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ മെത്തേഡ്സ്, ക്ലാസിക്കൽ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടു ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം ജോമെട്രി ആൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒന്നാമത്തത്. രണ്ട്, റിലേറ്റീവ് എനർജി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ ബോണ്ട് ബ്രേക്കിംഗ് റിയാക്ഷൻസ്. ബോണ്ട് ബ്രേക്കിംഗ് റിയാക്ഷൻസിന് ഈ മോളിക്കുലർ മെക്കാനിക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് വേറെ അഡ്വാൻറ്റേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോണ്ട് ബ്രേക്കിംഗ് റിയാക്ഷൻ്റെ കേസ് നമുക്ക് പഠിക്കാൻ വേണ്ടി മോളിക്കുലർ ഡൈനാമിക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ച് നമുക്ക് ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് അങ്ങോട്ട് പോരാം. അപ്പോൾ ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സിൻ്റെ ഒരു പ്രത്യേകത, അത് ക്ലാസിക്കൽ മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത് മോളിക്യൂളിനെ പറ്റി പറയാൻ വേണ്ടി. ക്ലാസിക്കൽ മോഡൽസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഫീൽഡും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഒരു ഫോഴ്സ് ഫീൽഡ് ഉണ്ടെങ്കിലേ നമുക്കൊരു മോളിക്യൂളിനെ നമുക്ക് മോളിക്കുലർ മെക്കാനിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, എന്താണ് ഫോഴ്സ് ഫീൽഡ് എന്ന്. ഫോഴ്സ് ഫീൽഡ് വേറൊന്നുമില്ല. അതായത് ഒരു മോളിക്യൂൾ എടുക്കുക, ഒരു സിസ്റ്റം, അതിനൊരു കൺഫർമേഷൻ ഉണ്ടാകും, ഒരു ഗിവൺ 3D അറേഞ്ച്മെൻറ്റും ഉണ്ടാകും ഈ പറയുന്ന സിസ്റ്റത്തിന്. ആ 3D അറേഞ്ച്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ കൺഫർമേഷനെ അടിസ്ഥാനമാക്കി എനർജി എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് മാത്തമാറ്റിക്കലി നമ്മൾ ഒരു റിലേഷനായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് സിംപ്ലി ഫോഴ്സ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷനാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ കൺഫർമേഷൻ അനുസരിച്ച് അതിൻ്റെ എനർജി എങ്ങനെ അഫക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ എനർജി എങ്ങനെ ഓൾട്ടേർഡ് ആവുന്നു എന്നുള്ളതാണ് ഫോഴ്സ് ഫീൽഡ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചറിയാം. മോളിക്കുലർ മെക്കാനിക്സ് കൺസിഡേഴ്സ് ആറ്റംസ് ആർ ബോൾസ് ആൻഡ് ബോൺസ് ആസ് സ്പ്രിങ്സ്. നമ്മളിവിടെ ആറ്റത്തെ ബോളായിട്ടും അതേപോലെ തന്നെ ബോണ്ടിനെ സ്പ്രിങ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദ മാത്തമാറ്റിക്സ് ഓഫ് സ്പ്രിങ് ഡിഫോർമേഷൻ ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദ എബിലിറ്റി ഓഫ് ബോണ്ട് ടു സ്ട്രെച്ച്, ബെൻഡ് ആൻഡ് ട്വിസ്റ്റ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആറ്റത്തിൻ്റെ ഇൻട്രാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വൈബ്രേഷനെ പറ്റി അറിയാം, അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള പല മോഷൻസിനെ പറ്റി അറിയാം. റൊട്ടേഷണൽ മോഷൻ, വൈബ്രേഷണൽ മോഷൻ എല്ലാം മോളിക്യൂൾസിന് പ്രാവർത്തികമാക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബോണ്ടിനെ സ്പ്രിങ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സ്പ്രിങ്ങിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം. നമ്മുടെ സിമെട്രിക് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് വരുന്നുണ്ട്, അത് മോളിക്യൂൾസിന് വരുന്നതാണ്. അപ്പം ഈ സ്പ്രിങ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സ്പ്രിങ് സ്ട്രെച്ച് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ബോണ്ട് സ്ട്രെച്ച് ചെയ്യാനും പോസിബിൾ ആണ്. ദെൻ ബെൻഡ് ചെയ്യാം, അതേപോലെ ട്വിസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ബെൻഡിങ്ങും സ്ട്രെച്ചിങ്ങും ട്വിസ്റ്റിങ്ങും എല്ലാം പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആറ്റത്തിനെ ഈ ഒരു മോളിക്യൂളിലെ ആറ്റംസിനെ ബോൾസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പം അവരെ ജോയിൻ ചെയ്യുന്ന ബോണ്ടുകളെ നമ്മൾ സ്പ്രിങ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന മോളിക്യൂളിൽ ഉണ്ടാകുന്ന ബോണ്ട് ബെൻഡിങ്ങും സ്ട്രെച്ചിങ്ങും ട്വിസ്റ്റിങ്ങും എല്ലാം എവിടെയും പോസിബിൾ ആണ്, നമ്മുടെ ഈ പറയുന്ന ഈ മോഡലിലും പോസിബിൾ ആണ്. Then non-bonded atoms interact through van der Waals forces, steric repulsion, electrostatic forces, etc. ഇതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും സ്റ്റെറിക് റിപ്പൾഷനും വാൻ ഡെർ വാൽ ഫോഴ്സും നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ ഇൻട്രാക്ഷൻസും പഠിക്കാനുണ്ട്,
അതേപോലെ നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസിന്റെ ഇന്ററാക്ഷൻ പഠിക്കാനുണ്ട്. നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസിന്റെ ഇന്ററാക്ഷൻ വരുന്നത് ഇതേപോലെ ഈ പറയുന്ന വാൻഡർവാൽ ഫോഴ്സ് വഴിയോ അല്ലെങ്കിൽ സ്റ്റെറിക് റിപ്പൾഷൻ വഴിയോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വഴിയൊക്കെയാണ് അവരുടെ റിപ്പൾഷൻ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻസ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ആരാ വന്നേ? മീര. ഓക്കെ, അപ്പോൾ എ ഫോഴ്സ് ഫീൽഡ് ഇസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് ദ എനർജി ഓഫ് എ സിസ്റ്റം ആസ് ദ ഫംഗ്ഷൻ ഓഫ് കൺഫർമേഷൻ ഓഫ് ദ സിസ്റ്റം. ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എ ഫോഴ്സ് ഫീൽഡ് ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ which returns the energy of a system as a function of the conformation of the system. അതായത് ഒരു സിസ്റ്റത്തിന്റെ കൺഫർമേഷൻ അനുസരിച്ച് അതിന്റെ എനർജി എങ്ങനെ ഓൾട്ടേർഡ് ആകുന്നു എന്നുള്ള ഒരു സ്റ്റഡിയാണ് എന്ത് നമ്മുടെ ഈ അങ്ങനെയുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ് നമ്മുടെ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. Okay, consider a molecule as a collection of atoms held together by springs. Now the force can be written in terms of potential energy functions of various structural features such as bond length, bond angle, non-bonded interactions, etc. And the force field is the combination of these potential energy terms. Hence the force field are also sometimes referred to as potentials. Sometimes they are referred to as potentials. Thus the energy of a molecule in a force field can be written approximately as the equation കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ പാരഗ്രാഫ് ഒന്ന് ചുരുക്കി പറയാം. അതായത് ഒരു മോളിക്യൂളിനെ നമ്മൾ ഈ പറയുന്ന ഒരുപാട് ആറ്റംസിനെ ഒരുപാട് ആറ്റംസിന്റെ ഒരു കളക്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. ആറ്റംസ് പരസ്പരം ബോണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ബോണ്ട് വെച്ചിട്ടായിരിക്കും. ആ ബോണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പ്രിങ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രക്ചർ ഓർ കൺഫർമേഷൻ ഓഫ് ദ മോളിക്യൂൾ. ആ മോളിക്യൂളിന്റെ പൊട്ടൻഷ്യൽ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യും? ആ മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ കൺഫർമേഷനിൽ, ഈ ഒരു മോളിക്യൂളിന്റെ കൺഫർമേഷൻ, ഒരു ഗിവൺ കൺഫർമേഷനിൽ ആ മോളിക്യൂളിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് കുറച്ച് ആൾക്കാരാണ്. ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, നോൺ ബോണ്ട് ഇന്ററാക്ഷൻസ്, ഇതുപോലുള്ള കുറച്ച് ആൾക്കാരാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ ബോണ്ട് ലെങ്ത് മാറുന്നതനുസരിച്ച്, അതേപോലെ തന്നെ നമ്മുടെ ബോണ്ട് ആംഗിൾ മാറുന്നതനുസരിച്ച്, അതേപോലെ നോൺ ബോണ്ടഡ് ഇന്ററാക്ഷൻസ് കൂടുകയോ കുറയോ ചെയ്യുന്നതൊക്കെ അനുസരിച്ച് ഈ പറയുന്ന എനർജി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എനർജി ഓഫ് എ സിസ്റ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇതായിരിക്കും. എനർജി ഓഫ് എ മോളിക്യൂൾ, അതായത് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു സ്ട്രെച്ചിങ് എനർജി പ്ലസ് ബെൻഡിങ് എനർജി പ്ലസ് ടോർഷൻ എനർജി പ്ലസ് നോൺ ബോണ്ടഡ് ഇന്ററാക്ഷൻസ്. അതായത് നമ്മൾ ഒരു വലിയൊരു സിസ്റ്റം എടുത്തിട്ട് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ സ്ട്രെച്ചിങ് എനർജി പ്ലസ് ടോട്ടൽ ബെൻഡിങ് എനർജി പ്ലസ് ടോട്ടൽ ടോർഷൻ എനർജി പ്ലസ് ഓൾ നോൺ ബോണ്ടഡ് ഇന്ററാക്ഷൻസ് എല്ലാം കൂടി ചേരുന്നതായിരിക്കും എന്ത്? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പറയുന്ന ഒരു ഫോഴ്സ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ദാറ്റ് റെപ്രസെന്റ്സ് ദ എനർജി ഓഫ് എ സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് കൺഫർമേഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോളിക്യൂളിനെ കിട്ടിയെങ്കിൽ ആ മോളിക്യൂളിന്റെ നമുക്ക് ഈ പറയുന്ന എനർജിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോഴ്സ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് ഫീൽഡ് ആരെയൊക്കെ കൺസിഡർ ചെയ്യണം? ബോണ്ട് ലെങ്ത്തിനെയും ബോണ്ട് ആംഗിളിനെയും നോൺ ബോണ്ടഡ് ഇന്ററാക്ഷൻസിനെയും, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ചിങ്, ബെൻഡിങ്, ടോർഷൻ ആൻഡ് നോൺ ബോണ്ട് ഇന്ററാക്ഷൻസിന്റെ എനർജീസ് മുഴുവൻ ആ ഫോഴ്സ് ഫീൽഡിന് കൺസിഡർ ചെയ്യാൻ പറ്റണം. ഓർ സിംപ്ലി ദ പൊട്ടൻഷ്യൽ എനർജി ടേംസ് arising from all these interactions should be included in the force field. ഈ പറയുന്ന ഇന്ററാക്ഷൻസിൽ നിന്നെല്ലാം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേംസും എവിടെ വേണം? നമ്മുടെ ഫോഴ്സ് ഫീൽഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. അതാണ് നമ്മുടെ ഈ പറയുന്ന ഫോഴ്സ് ഫീൽഡുകളെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഫോഴ്സ് ഫീൽഡുകൾ നമുക്ക് പല കാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പല ഫോഴ്സ് ഫീൽഡുകൾക്കും പല ഉദ്ദേശമാണ്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി താഴേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് എല്ലാ ഫോഴ്സ് ഫീൽഡും ഒരേപോലെ ആയിരിക്കില്ല. പല ഫോഴ്സ് ഫീൽഡും പല റിയാക്ഷൻസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ചില ഫോഴ്സ് ഫീൽഡുകൾക്ക് ഒരുപാട് കൂടുതൽ ഇന്ററാക്ഷൻ ടേംസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇന്ററാക്ഷൻ ടേംസ് കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ബേസിസ് സെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബേസിസ് സെറ്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കൂടുതൽ കോംപ്ലക്സ് ആകും, പക്ഷേ റിസൾട്ട് കുറേ കൂടെ ആക്യുറേറ്റ് ആവുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഒരു ഫോഴ്സ് ഫീൽഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഒരുപാട് ടേംസ് ഉള്ള ഫോഴ്സ് ഫീൽഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും നമ്മുടെ റിസൾട്ട്, പക്ഷേ റിസൾട്ടിന് ആക്യുറസി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അന്ന് വന്ന പോലെ തന്നെ ആക്യുറസി വേണോ അതോ ടൈം ആൻഡ് കോസ്റ്റ് സേവ് ചെയ്യണോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസൈനിങ് ഓഫ് എ ഫോഴ്സ് ഫീൽഡ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ഫോഴ്സ് ഫീൽഡ് ഡിസൈൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു ഫോഴ്സ് ഫീൽഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ദ ഡിസൈനിങ് ഓഫ് ഫോഴ്സ് ഫീൽഡ് ഫോർ മോളിക്കുലർ മെക്കാനിക്സ് ഈസ് ഗൈഡഡ് ബൈ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്.
അതായത് വെറുതെ ഒരു ഫോഴ്സ് ഫീൽഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഫോഴ്സ് ഫീൽഡ് പറയുമ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നോക്കണം. നമ്പർ 1, ന്യൂക്ലി ആൻഡ് ഇലക്ട്രോൺസ് ആർ ലംപ്ഡ് ഇൻ ടു ആറ്റം ലൈക്ക് പാർട്ടിക്കിൾസ്. മൊത്തത്തിൽ എല്ലാം കൂടെ ആറ്റം എന്ന് പറഞ്ഞെടുത്താൽ മതി. ദേ ആർ സ്പെരിക്കൽ ആൻഡ് ഹാവ് എ നെറ്റ് ചാർജ്. Interactions are based on springs and classical potentials. Interactions are to be pre-assigned to a set of atoms, and interactions determine the spatial distribution of atom-like particles and their energies. ഈ പറയുന്ന 5 കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ഒരു ഫോഴ്സ് ഫീൽഡ് ഡിഫൈൻ ചെയ്യുന്നതിനെ. ഇതിനെ ഈ 5 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫോഴ്സ് ഫീൽഡ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ കാര്യങ്ങൾ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമെന്ന്. കാരണം ഇതിനകത്തെല്ലാം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വായിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നുമില്ല. അത് ഏറ്റവും ലാസ്റ്റ് കാര്യം, ഇന്ററാക്ഷൻസ് ഡിറ്റർമൈൻ ദ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആറ്റം ലൈക്ക് പാർട്ടിക്കിൾസ് ആൻഡ് ദെയർ എനർജീസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മോളിക്യൂളിലുള്ള ഇന്ററാക്ഷൻസ് അത് എന്തും ആയിക്കൊള്ളട്ടെ, ആ ഇന്ററാക്ഷൻസ് എല്ലാമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന ഒരു മോളിക്യൂളിന്റെ എനർജിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്കിനിയിപ്പോൾ ഓരോ എനർജി ആയിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെച്ചിങ് എനർജി പ്ലസ് ബെൻഡിങ് എനർജി പ്ലസ് ടോർഷൻ എനർജി പ്ലസ് നോൺ ബോണ്ട് ഇന്ററാക്ഷൻസ്. നമുക്ക് ഓരോ എനർജി ആയിട്ട് എടുക്കാം. ആദ്യം തന്നെ സ്ട്രെച്ചിങ് എനർജി. സ്ട്രെച്ചിങ് എനർജി ഇക്വേഷൻ ഈ സ്ട്രെച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ കെ ബി ഇൻറ്റു ആർ മൈനസ് ആർ സീറോ ദ സ്ക്വയർ. ആർ മൈനസ് ആർ സീറോ സ്ക്വയർ ആണ് നമ്മുടെ ഈ പറയുന്ന സ്ട്രെച്ചിങ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെച്ചിങ് എനർജി നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ട്രെച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സമ്മേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിവിടെ ഇക്വേഷൻ 2 കാണിച്ചിരിക്കുന്നത് കെ ബി ഇൻറ്റു ആർ മൈനസ് ആർ സീറോ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അത് സിംപ്ലി ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ മാത്രം എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ്. അങ്ങനത്തെ ഒരു 100 സ്ട്രെച്ചിങ് ഉണ്ടെങ്കിൽ ആ 100ൻ്റെയും കൂടെ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് സ്ട്രെച്ചിങ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു 10 സ്ട്രെച്ചിങ് ഉണ്ടെന്ന് കൂട്ടിക്കോ നമ്മുടെ മോളിക്യൂളിൽ. കെ ബി ഇൻറ്റു ആർ മൈനസ് ആർ സീറോ ദ സ്ക്വയർ നമ്മൾ ഓരോ കേസിലും കാൽക്കുലേറ്റ് ചെയ്യും. വേർ കെ ബി ഇസ് ദ പാരാമീറ്റർ ദറ്റ് കൺട്രോൾസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ ബോണ്ട് ആൻഡ് ഈസ് ഐഡന്റിക്കൽ ടു ദ ഫോഴ്സ് കോൺസ്റ്റന്റ്. ആർ സീറോ ഇസ് ദ ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത്. അതായത് നമ്മുടെ മോളിക്യൂളെ ഇപ്പോൾ നമ്മുടെ ആറ്റം ഒരു 2 ആറ്റത്തിൻ്റെ കേസ് എടുക്കുക, അവരങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ബോണ്ട് ലെങ്ത് കൂടുകയും കുറയുകയും ചെയ്യും. ആർ സീറോ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോണ്ട് ലെങ്ത് എന്ന് പറയും, ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത്. ആറിന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബോണ്ട് ലെങ്ത് ആണ്. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ആർ സീറോയേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ പുതിയ ബോണ്ട് ലെങ്ത് ആണ്, സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴുള്ള ബോണ്ട് ലെങ്ത് ആണ് മറ്റേ ആർ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് ആണ് ആർ സീറോ എന്ന് പറയുന്നത്. സോ കെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പറയുന്ന സ്റ്റിഫ്നെസ്, ബോണ്ടിൻ്റെ സ്റ്റിഫ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ്. അതിനെ നമുക്ക് ഫോഴ്സ് കോൺസ്റ്റൻറ്റുമായിട്ട് ഐഡൻറ്റിക്കലുമാണത്. ഓർ കെ ബി ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ സീറോ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇ ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ആർ മൈനസ് ആർ സീറോ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ സ്ട്രെച്ചിങ്ങിന് വേണ്ടിയുള്ള ഇക്വേഷൻ. നിങ്ങൾക്ക് 10 സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് നമ്മുടെ മോളിക്യൂളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കെ ബി ഇൻറ്റു ആർ മൈനസ് ആർ സീറോ ദ ഹോൾ സ്ക്വയർ ഓരോ കേസിലും കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അവരുടെ എല്ലാം ഈ പറയുന്ന കെ ബി ആറും എല്ലാം വ്യത്യാസം ഉണ്ടാവും, ആർ സീറോ എല്ലാം വ്യത്യാസം ഉണ്ടാവും. അത് ഓരോ കേസിലും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ എല്ലാത്തിനും കൂടെ സമ്മേഷൻ അങ്ങ് എടുത്താൽ മതി. ദെയർ സമ്മേഷൻ ഗിവ്സ് ടോട്ടൽ എനർജി. Okay. Unlike Kb and R zero values are assigned to each pair of bonded atoms based on their types. For unique Kb and R zero values are assigned to each pair of bonded atoms based on their types. Example C bond, CH bond, OC bond, etc. അതായത് നമുക്കറിയാമായിരിക്കുമല്ലോ, ഈ പറഞ്ഞ കാർബൺ ബോണ്ടിന് യൂഷ്വലി ഒരു അപ്രോക്സിമേറ്റ് ആർ സീറോ വാല്യൂ കാണും. അതേപോലെ തന്നെ അതിന് അപ്രോക്സിമേറ്റ് ആയിട്ടൊരു കെ ബി വാല്യൂവും കാണും. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി പ്രീ അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ അത്രയും കാൽക്കുലേഷൻ കുറച്ച് ചെയ്താൽ മതി. ആൻഡ് ദിസ് ഇക്വേഷൻ എസ്റ്റിമേറ്റ്സ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് വൈബ്രേഷൻ അബൌട്ട് ദി ഇക്വിലിബ്രിയം ബോണ്ട് ലെങ്ത് ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് എ പാരബോള. ഈ ഇക്വേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു പാരബോളയായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ബെൻഡിങ് എനർജി. നമുക്ക് ബെൻഡിങ് എനർജി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ബെൻഡിങ് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു ബെൻഡ് ഈസ് ഈക്വൽ ടു കെ തീറ്റ. കെ തീറ്റ വേറെ ഒന്നുമല്ല, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. സ്റ്റിഫ്നെസ് ഓഫ് ദ ബോണ്ടിനെ സൂചിപ്പിക്കുന്ന ആളാണ്, ഫോഴ്സ് കോൺസ്റ്റന്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് കെ ബി ആയിരുന്നു, കാരണം എന്താ, അത് സ്ട്രെച്ചിങ് അല്ലേ, കെ ബി ആയിരുന്നു. ഇവിടെ കെ തീറ്റയാണ്, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ. തീറ്റ മൈനസ് തീറ്റ ടു ദ ഹോൾ സ്ക്വയർ. കാരണം എന്താ, ബെൻഡിങ് വരുന്ന സമയത്ത് ബോണ്ട് ലെങ്ത്തിനല്ല, ബോണ്ട് ആംഗിളിനാണ് വേരിയേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചേഞ്ച് ചെയ്യുന്ന ആരായിരിക്കും, തീറ്റ ആയിരിക്കും, ബോണ്ട് ആംഗിൾ ആയിരിക്കും. വേർ തീറ്റ സീറോ ഇസ് ദ ഐഡിയൽ ബോണ്ട് ആംഗിൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ബോണ്ട് ആംഗിൾ ആൻഡ് തീറ്റ ഇസ് ദ ആക്ച്വൽ ബോണ്ട് ആംഗിൾ. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന കെ തീറ്റയ്ക്കും അതേപോലെ തീറ്റ സീറോയ്ക്കും, കെ തീറ്റയ്ക്കും തീറ്റ സീറോയ്ക്കും നമുക്ക് യുണീക്ക് വാല്യൂസ് ഓൾറെഡി അസൈൻ ചെയ്യാവുന്നതാണ്, നേരത്തെ ഈ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ. ദെൻ ടോർഷൻ എനർജി.
ഈ ടോർഷൻ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഒരു ബുദ്ധിമുട്ടാണ്. ടോർഷൻ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്യൂരിയർ സീരീസ് ആയിട്ടേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഫ്യൂരിയർ സീരീസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കൊരു അറിയാവുന്നതായിരിക്കും. നമ്മൾ ഇതുപോലൊരു താഴെ കാണുന്നൊരു സീരീസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒമേഗ ദറ്റ് ഈസ് ഈക്വൽ ടു ഈ കാണുന്നൊരു ഇക്വേഷൻ 3 ആയിട്ട്. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഈ പറയുന്ന ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കണം എന്താണ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമ്മൾ ടോർഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫ്യൂറിയർ സീരീസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് ഈ ടോർഷൻ എനർജി എന്താണ്? അപ്പോൾ നമ്മൾ സ്ട്രെച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന സ്ട്രെച്ചിങ് എന്ന് വെച്ചാൽ ബോണ്ട് സ്ട്രെച്ച് ആവുന്ന സമയത്ത് വരുന്നതാണ് സ്ട്രെച്ചിങ് എനർജി എന്ന് വെച്ചാൽ. ബോണ്ട് ബെൻഡിങ് എനർജി മീൻസ് എന്തായിരിക്കും? ബോണ്ടിന്റെ ബെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഈ പറയുന്ന ബോണ്ട് ബെൻഡിങ് എനർജി, അല്ലെങ്കിൽ ബെൻഡിങ് വൈബ്രേഷൻസിന്റെ സമയത്ത് വരുന്ന ചേഞ്ച് ആയിരിക്കും ബെൻഡിങ് എനർജി എന്ന് വെച്ചാൽ. ടോർഷൻ എനർജി വെച്ചാൽ എന്തായിരിക്കും? ടോർഷൻ എനർജി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ടോർഷൻ എനർജി ഇത്രയേ ഉള്ളൂ. ആപ്പാടെ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ട്വിസ്റ്റിംഗ് ഓഫ് ദ ബോണ്ട്. അതായത് ബോണ്ടിന്റെ ട്വിസ്റ്റിംഗ് കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? നമ്മുടെ ഈ പറയുന്ന ടോർഷൻ എനർജി എന്ന് വെച്ചാൽ. നമ്മളൊരു സ്പ്രിങ്ങിനെ എടുത്ത് നമുക്ക് നേരെ വളയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. സ്പ്രിങ്ങിനെ വളയ്ക്കുകയോ നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന എനർജിയാണ് ടോർഷൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ടോർഷൻ എനർജിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻസ് ആണ് നമുക്ക് അടുത്തത് വരുന്നത്. ടോർഷൻ എനർജി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്നത് നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻസ് ആണ്. ആൻഡ് ഈ നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്. നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻസ് ഇൻക്ലൂഡ് weak forces like van der Waals forces, London forces, etc. The van der Waals energy arises from the interaction between electron cloud around two non-bonded atoms. van der Waals എനർജിയുടെ ഡെഫിനേഷൻ ഒന്നും ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾ കാലാകാലം പഠിക്കുന്നതാണ്. At short range, these interactions is strongly repulsive, while at intermediate range, the interaction is attractive. As R tends to infinity, the interaction course dies off to zero. van der Waals property for പറയുന്നത് നിങ്ങൾ കാലങ്ങളായിട്ട് പഠിക്കുന്ന സാധനമാണ്. The attraction is due to electron correlation. That is, a fluctuation of electrons on one atom produces a temporary dipole which induces a complementary dipole on other atom. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം നമ്മൾ എനിക്കത് ഡിഗ്രിക്കായിരിക്കും ലണ്ടൻ ഫോഴ്സസ് എന്ന് പറഞ്ഞൊക്കെ പഠിക്കാനുണ്ടാവും. ലണ്ടൻ ഫോഴ്സ് എന്നൊക്കെ പഠിക്കാനുണ്ടാവും. അതായത് ശരിക്കും ഇതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ. അതായത് ദ അട്രാക്ഷൻ, ഈ പറഞ്ഞ ഇലക്ട്രോൺസ് തമ്മിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് വരാനുള്ള കാരണം ഇതാണ്. എ ഫ്ലക്ച്വേഷൻ ഓഫ് ദ ഇലക്ട്രോൺസ് ഓൺ വൺ ആറ്റം പ്രൊഡ്യൂസസ് എ ടെമ്പററി ഡൈപോൾ വിച്ച് ഇൻഡ്യൂസസ് എ കോംപ്ലിമെന്ററി ഡൈപോൾ ഓൺ ദ അതർ ആറ്റം. അതായത് ഓൾറെഡി ഒരു രണ്ട് ആറ്റംസ് അടുത്തടുത്ത് ഇരിക്കുകയെന്ന് വെച്ചോ, അതിൽ ആറ്റം എയുടെ ഇലക്ട്രോൺസിന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നു, അവിടെ ഒരു ഡൈപോൾ ക്രിയേറ്റഡ് ആയി. അതൊരു ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ്. ആ ഡൈപോളിന് എന്ത് ചെയ്യാം? തൊട്ടടുത്തിരിക്കുന്ന വേറൊരു ആറ്റത്തിന് മുകളിൽ ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി? ഇറ്റ് ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ. അതുപോലുള്ള ഫോഴ്സസിന് അല്ലെങ്കിൽ അതുപോലെ ഇൻട്രാക്ഷൻസ് നമ്മൾ പറയുന്ന പേരാണ് ലണ്ടൻ ഫോഴ്സസ്. ഞാനത് പറയാൻ കാരണം ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദ്യം വന്നു, ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുമ്പോൾ ഡിഫൈൻ ലണ്ടൻ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്ന് നിങ്ങൾക്ക് തേർഡ് ഇയർ പഠിക്കാണ്ടാവുമായിരിക്കും ഈ സാധനം. അപ്പോൾ വാൻ ഡെർ വാൽസ് ഫോഴ്സും ലണ്ടൻ ഫോഴ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഇവിടെ പറഞ്ഞിട്ടില്ല, കാരണം അത് ഇത്രയും പറഞ്ഞാൽ പോരാ, അത് കുറേ കൂടെ കൂടുതൽ പറയാനുണ്ട്. അതുകൊണ്ട് അത് വേറെ വലിയൊരു ടോപ്പിക്കായിട്ട് തന്നെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. വാൻ ഡെർ വാൽസ് എനർജീസ് ആർ യൂഷ്വലി കമ്പ്യൂട്ടഡ് ഫോർ ആറ്റംസ് വിച്ച് ആർ കണക്റ്റഡ് ബൈ നോട്ട് ലെസ് ദാൻ 2 atoms. Interaction between atoms closer than this is already accounted for by stretching or bending terms. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു രണ്ട് ആറ്റം എങ്കിലും മിനിമം ഗ്യാപ്പുള്ള ആറ്റംസ് തമ്മിൽ മാത്രമേ നമ്മൾ വാൻ ഡെർ വാൽസ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കേസ് എടുക്കുക, HCl മോളിക്യൂൾ എടുക്കുക. HCl മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് വാൻ ഡെർ വാൽസ് ഫോഴ്സിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് എവിടെ പൊക്കോളും? അവർ തമ്മിലുള്ള ബോണ്ട് തന്നെ കൺസിഡർ ചെയ്ത് പൊക്കോളും. ആ സ്ഥാനത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു മോളിക്യൂൾ എടുക്കുക, CH3 CH2 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 Cl, CH3 CH2 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 Cl, അതായത് ക്ലോറോബ്യൂട്ടേൻ എടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? അവിടെ ക്ലോറിനും ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു CH2 ഗ്രൂപ്പ് ഉണ്ട്, ക്ലോറിൻ്റെ തൊട്ടടുത്തൊരു CH2 ഗ്രൂപ്പ് ഉണ്ട്. ആ CH2 ഗ്രൂപ്പിൻ്റെ മുകളിൽ ഹൈഡ്രജൻസ് ഉണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ക്ലോറിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനൊരു ഐഡിയൽ കേസ് പറഞ്ഞാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ടുള്ള കേസ് പറഞ്ഞാണ്, അങ്ങനെ ഇൻട്രാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഹൈഡ്രജൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ക്ലോറിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന വാൻ ഡെർ വാൽസ് ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ അന്നേരം 3 ആറ്റം വ്യത്യാസമുണ്ട്. ക്ലോറിൻ കഴിഞ്ഞൊരു കാർബൺ കഴിഞ്ഞാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും നമ്മൾ ഇൻട്രാക്ഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വാൻ ഡെർ വാൽസ് ഫോഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ അപ്പോൾ ഈ വാൻ ഡെർ വാൽസ് ഫോഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഫങ്ഷൻസ് ഉണ്ട്.
ഈ ഫംഗ്ഷൻസിൻ്റെ പേര് ഓർത്ത് വയ്ക്കണം, ഈ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കണം. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഈ പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. കാരണം വാൻഡർ വാൽ ഫോഴ്സിനെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയാൻ വേണ്ടേ. Some of the common potential functions are Lennard-Jones and Buckingham potentials. ബെക്കിംഗ്ഹാം പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഈ കാണുന്ന ഇക്വേഷനാണ്. അത് ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ വാൻഡർ വാൽ ഫോഴ്സിനെ നമുക്ക് ആഡ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഫീൽഡുകൾ അല്ലെങ്കിൽ ഫോഴ്സ് ഫീൽഡുകൾക്ക് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ ബെക്കിംഗ്ഹാം പൊട്ടൻഷ്യൽ. ബെക്കിംഗ്ഹാം പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതൊരു ഫോഴ്സ് ഫീൽഡാണ്. വാൻഡർ വാൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പൊട്ടൻഷ്യൽ ഫീൽഡാണത്. അതുപോലുള്ള മറ്റൊന്നാണ് ലെന്നാർഡ് ജോൺസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേം പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഇക്വേഷൻ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് പേരും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ നമ്മുടെ മെയിൻ സാധനം ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ്. വാൻഡർ വാൽസിനെക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് കോൺട്രിബ്യൂട്ട് ഹൈലി ടുവേർഡ്സ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഈ പറയുന്ന അബിനീഷ്യോ മെത്തേഡ്സ് ഒക്കെ പഠിച്ച സമയത്ത്, അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. കാരണം ഇലക്ട്രോണിക് കോറിലേഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര സോൾവ് ചെയ്താലും തീരാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ചാർജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രാക്ഷൻസിന് വളരെ പ്രാധാന്യമുണ്ട് എനർജി ഓഫ് ദ സിസ്റ്റത്തിൻ്റെ കേസിൽ. They are considered to be the most common non-bonded interaction. Electrostatic contribution is modeled using the Coulombic potential as given as. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ പറ്റി പറയാവുന്ന ഇക്വേഷൻ ഇതാണ്. ഇവിടെ E Coulomb that is equal to summation I, j equal to 1 QI QJ, Q into I അല്ല കേട്ടോ, Q സബ്സ്ക്രിപ്റ്റ് I ആണ്. QI QJ ഡിവൈഡ് ബൈ RIJ. RIJ എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്റ്റ് ആണ്. R മെയിനും IJ സബ്സ്ക്രിപ്റ്റും. The electrostatic energy is a function of the charge on the non-bonded atoms, their interatomic distance, and a molecular dielectric expression that accounts for the decrease of electrostatic interaction due to environment. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ അത് ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് മോളിക്യൂളിലെ ആറ്റംസിൻ്റെ പ്രോപ്പർട്ടീസ്, അവരുടെ ബോണ്ട്, അവരുടെ ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസും അവരുടെ ബോണ്ട് ആംഗിളും അവരുടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റും ഡിപ്പെൻഡ് ചെയ്യും. ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് ഇത് വല്ലാണ്ട് ഇൻട്രാക്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഞാൻ സോൾവെൻറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോൾവെൻറ്റിൻ്റെ കേസ് മാത്രമല്ല, ഒരു സോൾവെൻറ്റ് മാറുന്നതനുസരിച്ച് ഇത് വ്യത്യാസം വരാം. എക്സ്റ്റേണലി നമ്മൾ ഈ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊണ്ടുവച്ചാൽ വ്യത്യാസം വരാം. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി നല്ല രീതിയിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് എപ്പോഴും. എ ലീനിയർലി വേരിയിങ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് linearly varying distance dependent dielectric is sometimes used to account for the increase in environmental bulk as the separation distance between interacting atoms increases. അത് ഞാൻ ജസ്റ്റ് ഒരു നോളേജ് കൊടുത്തതേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ ആദ്യത്തെ പാരഗ്രാഫ് പഠിച്ചു വെച്ചാലും മതി. രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു എൻവയറമെൻ്റൽ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ഈ പറയുന്ന എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് കാരണം വരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആൻസറാണ് കൊടുത്തത്. അതായത് ഒരു ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലീനിയർലി വേരിയിങ് ആയിട്ടുള്ള ഒരു ഡയലക്ട്രിക്കിനെ നമുക്കൊരു പൊട്ടൻഷ്യലായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു പൊട്ടൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ സോൾവെന്റ് നമുക്ക് അക്കമ്പനി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ എൻവയറമെന്റ് അക്കമ്പനി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നിർബന്ധമല്ലേ, മുകളിലത്തെ കാര്യം പഠിച്ചാലും മതി. ഈ മെയിൻ പ്രശ്നം ഇവിടെയാണ് മെയിൻ പ്രോബ്ലം വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മെയിൻ പ്രശ്നങ്ങൾ ഇതാണ്. ഒന്ന്, എക്സ്പെരിമെൻ്റൽ ഡാറ്റ ഓഫ് ചാർജസ് ഫോർ മോളിക്യൂൾ അറ്റ് ആറ്റം റെസൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് നമ്മളൊരു മോളിക്യൂളിനെ നമ്മളൊരു പൊട്ടൻഷ്യൽ ഫീൽഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു മോളിക്യൂളിൽ 4 ആറ്റം ഉണ്ട്. ആറ്റം എ, ആറ്റം ബി, ആറ്റം സി. നമുക്ക് ആറ്റം എക്ക് ഒരു ചാർജ് കൊടുക്കണം, ആറ്റം ബിക്ക് ഒരു ചാർജ് കൊടുക്കണം. ഇങ്ങനെ ചാർജ് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആറ്റം ലെവലിൽ ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചാർജ് വരുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കാർബണിൻ്റെ മുകളിൽ നിന്ന് ഒരു നൈട്രജൻ അങ്ങ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കാർബണിന് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ്, നൈട്രജന് വേണമെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജുകളൊന്നും അത്ര കൃത്യമായിട്ട് നമുക്ക് പറയാനൊന്നും സാധിക്കില്ല ആറ്റം ലെവലിൽ. അപ്പോൾ അതാണ് ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആദ്യത്തെ പ്രശ്നം അതാണ്. കാരണം കൃത്യമായിട്ടുള്ള ഡാറ്റ അവൈലബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, മോളിക്കുലർ മെക്കാനിക്സ് അസ്യൂം ദാറ്റ് ന്യൂക്ലിയസ് ആർ ഐസൊലേറ്റഡ് എൻറ്റിറ്റീവ്സ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സെറ്റിംഗ് അപ്പ് എ ഫോഴ്സ് ഫീൽഡ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ന്യൂക്ലിയസിനെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ HCl-ൻ്റെ കേസ് എടുക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ. ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും ക്ലോറിൻ്റെ ബാക്കിയുള്ള 7 ഇലക്ട്രോൺസും ആ ബോണ്ടിൽ ഇൻവോൾവ് ആണ്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നുള്ളൂ, ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൽ ഒരെണ്ണേ ഷെയർ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള 6 പേരും ക്ലോറിൻ്റെ കൂടി ഇരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ചോദ്യം ഇതാണ്, ഹൈഡ്രജൻ്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ മോളിക്കുലർ മെക്കാനിക്സിൻ്റെ ഫോഴ്സ് ഫീൽഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ന്യൂക്ലിയസിനെയും ഇലക്ട്രോൺസിനെയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ HCl-ൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ മുകളിലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിനെയാണ് പുള്ളി ക്ലോറിനായിട്ട് ഷെയർ ചെയ്തത്. മോളിക്കുലർ മെക്കാനിക്സ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും ആ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണും ക്ലോറിന് 17 ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ട് മോളിക്കുലർ മെക്കാനിക്സ് കൺസിഡർ ചെയ്യുക. പക്ഷേ ഹൈഡ്രജൻ്റെ ആ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ല. ഇപ്പം അത് ബോണ്ടഡ് ആയതുകൊണ്ട് അതിൽ ആർക്കും പങ്കുണ്ട്, ക്ലോറിനും പങ്കുണ്ട്. ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. അതൊരു പ്രശ്നമായില്ല അവിടെ. അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയെ പറ്റി എന്ത് ചെയ്തിട്ടില്ല, നമുക്ക് ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സ് കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇലക്ട്രോണിനെ ഫിക്സ്ഡ് പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി, ന്യൂക്ലിയസ് അതേപോലെ ഇലക്ട്രോൺസും ഐസൊലേറ്റഡ് എൻറ്റിറ്റീസ് ആയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന കോവാലന്റ് ബോണ്ട് വരുന്ന സമയത്ത് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നുണ്ട്. HCl-ൻ്റെ കേസിൽ ഹൈഡ്രജൻ്റെ ആ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജൻ ന്യൂക്ലിയസിനും അവകാശപ്പെടാം, ക്ലോറിൻ ന്യൂക്ലിയസിനും അവകാശപ്പെടാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ആര് കൺസിഡർ ചെയ്തിട്ടില്ല, മോളിക്കുലർ മെക്കാനിക്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. Like van der Waals terms, electrostatic terms are typically computed for non-bonded atoms in a 1:4 relationship or further apart. Like van der Waals interaction, there are also long-range interactions. These are also long-range interactions and dominate the computation time. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവരുടെ പ്രത്യേകത, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ്റെ പ്രത്യേകത, നമുക്ക് ഒരുപാട് മോളിക്യൂൾസ് ഉള്ളൊരു സിസ്റ്റം, ഒരുപാട് ആറ്റംസ് ഉള്ളൊരു മോളിക്യൂൾ എടുത്തെന്ന് വെച്ചോ, അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് കാണും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് എന്ത് ചെയ്യും, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും അവരുടെ കാൽക്കുലേഷന് വേണ്ടി മാത്രം. While the number of bonding interaction grows linearly with the molecule size, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. While the number of bonding interaction grows linearly with the molecular size, the number of non-bonded interaction grows quadratically with the molecular size. അതാണ് പ്രശ്നം. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു മോളിക്യൂളിൻ്റെ ഒരു സൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോണ്ടുകളുടെ എണ്ണം കൂടി വരും. അറിയാമല്ലോ, നമുക്ക് മോളിക്യൂളിൻ്റെ സൈസ് ഇങ്ങനെ കൂടി പോകുമ്പം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബോണ്ടുകളുടെ എണ്ണവും ലീനിയർ ആയിട്ട് കൂടി വരും. പക്ഷേ ആ സ്ഥാനത്ത് ഈ പറഞ്ഞ നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻസ്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക്കും വാൻ ഡെർ വാൽസ് ഫോഴ്സും ഒക്കെ അവരുടെയൊക്കെ എന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക്കലിയാണ് അവർ, അതായത് 4 times 10⁴ ഒക്കെ ആയിട്ടാണ് അവർ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. മീതേൻ എടുക്കുക. മീതേൻ്റെ കേസിൽ അവിടെ 4 ബോണ്ടുണ്ട്, കാർബണും 4 ഹൈഡ്രോജൻ ബോണ്ട്. ഈതേൻ എടുക്കുന്ന സമയത്ത് അവിടെ ബോണ്ടുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ CH3 അല്ലേ, ഒരു കാർബണിൻ്റെ മുകളിൽ 4 ബോണ്ടുണ്ട്, മറ്റേ കാർബണിൻ്റെ മുകളിൽ 4 ബോണ്ടുണ്ട്. അപ്പോൾ 4 4 8 എന്ന് പറയും, ശരിക്കും 7 ബോണ്ടേ വരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താ, നമ്മൾ ഒരു കാർബണിൻ്റെ മുകളിൽ 4 ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ കാർബണിൻ്റെ മുകളിലെ 3 ബോണ്ട് ഹൈഡ്രജനായിട്ടും അടുത്തത് മറ്റേ കാർബണായിട്ടുമാണ്. രണ്ടാമത്തെ കാർബണിൻ്റെ മുകളിലെ 3 ബോണ്ട് ഹൈഡ്രജനായിട്ടും ഒരു ബോണ്ട് ആരുമായിട്ടാണ്, ആദ്യത്തെ കാർബണുമായിട്ടാണ്. ആ ബോണ്ട് ഓൾറെഡി കൺസിഡർ ചെയ്തല്ലേ. അപ്പോൾ 7 ബോണ്ടുകളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മോളിക്യൂളിലെ ആറ്റംസിൻ്റെ എണ്ണം ആദ്യത്തേൽ CH4 ആയിരുന്നു, 5 ആറ്റമായിരുന്നു. രണ്ടാമത്തേൽ C2H6 ആയി, 6ൻ്റെ 8 ആറ്റമായി. അന്നേരത്തേക്കും ബോണ്ടുകളുടെ എണ്ണം കുറച്ച് കൂടി. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ബോണ്ടുകളുടെ എണ്ണം ലീനിയർലി ഒരു മയത്തിൽ ഇങ്ങനെ കൂടി പോകുന്ന സമയത്ത് നോൺ ബോണ്ടഡ് ഇൻട്രാക്ഷൻസ് എണ്ണം കുത്തനെ കൂടുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് the computation time can be reduced by cutting off the interactions after a certain distance. നമ്മുടെ ട്രങ്കേറ്റഡ് CI, ട്രങ്കേറ്റഡ് CC, ട്രങ്കേറ്റഡ് MP തിയറി എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. നമ്മൾ MP2 തിയറി പഠിച്ചതാണ്, MP3 തിയറി പഠിച്ചതാണ്. അവിടെ എന്താ ചെയ്യുന്നത്, MP2 ലെവൽ എന്ന് വെച്ചാൽ എന്താ, ഒരു 80 to 90% ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഓർഡർ മോളർ പ്രോസസ് ആകുമ്പോഴേക്ക് നമ്മളങ്ങ് കട്ട് ചെയ്യുന്നു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഠിക്കുന്നില്ല. അതേപോലെ ട്രങ്കേറ്റഡ് CI, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ, നമ്മൾ ആവശ്യമുള്ള 1 or 2 എക്സൈറ്റേഷൻസ് എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മളങ്ങ് വിട്ട് കളയുന്നു, നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് കേസിൽ നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. ഈ പറഞ്ഞ ഇൻട്രാക്ഷൻസ് ഇങ്ങനെ തലങ്കും വിലങ്കും ഇങ്ങനെ കുറേ കിടപ്പുണ്ടാവും. നമ്മൾ ആവശ്യമുള്ള ഒരു ചെറിയ റീജിയൻ എടുത്തിട്ട് ബാക്കിയുള്ള റീജിയനിലെ ഇൻട്രാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാതെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ഓക്കെ,
The van der Waals terms dies off relatively quickly at the rate of r raised to minus 6 and can be cut off around 10 Armstrong. The electrostatic terms dies off slower, that is r raised to minus 1, and are much harder to treat with cutoff. ഈ ഒരു പോയിന്റാണ് നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസിന് ഇമ്പോർട്ടൻസ് കാണിച്ചു തരുന്നത്. അതായത് ഈ വാൻഡർവാൽ ഫോഴ്സിന്റെ ഒരു പ്രത്യേകത ഒരു 10⁻⁻6 അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 10 ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു റേഞ്ച്, അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ വാൻഡർവാൽ ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആ സ്ഥാനത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ടേംസിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നും തീരുമില്ല. അത് ഈ 10⁻1 എന്ന് പറഞ്ഞിട്ട് ആ ടേം വരെ അത് നീണ്ട് കയറിപ്പോകും. ദാറ്റ് മീൻസ് വാൻഡർവാൽ ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏരിയയെക്കാളും ഒരുപാട് കൂടുതൽ ദൂരേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് എക്സ്റ്റെൻഡഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം? അവരുടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു വലിയ ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ആ സ്ഥാനത്ത് വാൻഡർവാൽസ് നമുക്ക് അത്രയും വലിയ ഏരിയ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം വാൻഡർവാൽസിന് അത്രയും വലിയ റേഞ്ച് ഇല്ല. ഓക്കെ, then next one, cross terms. More accurate representation of potential energy surface requires interaction between stretch, bend and torsion. അത് നമ്മുടെ ഈ പറയുന്നൊരു ക്രോസ് ടേം എന്ന് വെച്ചൊരു ഹെഡിങ് കൊടുത്തതേ ഉള്ളൂ. ക്രോസ് ടേംസ് എന്ന് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. നമ്മൾ ഈ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും ടോർഷനും ഇൻഡിവിജ്വലി പറയാതെ അതെല്ലാം കൂടെ പരസ്പരം റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്ത് കിട്ടും? ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ്, പാരാമീറ്ററൈസേഷൻ ഫ്രം എക്സ്പെരിമെന്റ്. നമുക്ക് അതൊന്ന് നോക്കാം. അതായത് മോളിക്കുലർ മെക്കാനിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാരാമീറ്റേഴ്സ് വേണം നമുക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ. The number of potential parameters is staggering. Assume that there are 30 atoms which form bonds with each other. There are 30 raised to 4 divided by 2 torsion parameters for each term. Or എത്ര വരുമെന്ന്? 12,15,000 പാരാമീറ്റേഴ്സ് വേണം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 30 ആറ്റം ഉള്ള ഒരു ബോണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, 30 ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഒരു 30 ആറ്റം ഉള്ള ഒരു മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ടോർഷണൽ പാരാമീറ്റേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ 12 ലക്ഷം പാരാമീറ്റേഴ്സ് അങ്ങോട്ട് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാമായിരിക്കുമല്ലോ പാരാമീറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ വളരെ 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 കൂടുതലാണ്. സിസ്റ്റം എന്ത് ചെയ്യും? ഈ 12 ലക്ഷം പാരാമീറ്റേഴ്സിനെ ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് റിസൾട്ട് തരുന്ന സമയമാകുമ്പോഴേക്കും കാലം കുറേ കടന്നു പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഈ പറയുന്ന ഓൺലി ദ 2466 most useful torsional parameters are present in MM2, meaning that certain torsions cannot be described. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കുക. അതായത് ഈ പറഞ്ഞ 12 ലക്ഷത്തോളം പാരാമീറ്റേഴ്സ് നമുക്ക് അവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ എന്തേ ചെയ്യുന്നുള്ളൂ? നമ്മുടെ MM2 എന്ന് പറയുന്ന ഒരു മെത്തേഡിൽ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള ഒരു 2460 സംതിങ് മാത്രമേ നമ്മളവിടെ ഉപയോഗിക്കൂ. 2466 പാരാമീറ്റേഴ്സിനെ മാത്രമേ നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പ്രസൻറ്റേഷൻ വന്നില്ലേ? ഇടയ്ക്കൊന്ന് ഓഫ് ആക്കിയിട്ട് ഞാൻ ഓൺ ആക്കിയതാണ്. ഇടയ്ക്ക് സ്റ്റക്കായി പോയിരുന്നു. എന്താ അക്രോബാറ്റ് റീഡറെ പ്രസൻറ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ആക്കിയതാണ്. പറയുന്നതാണ്, നമുക്ക് 12 ലക്ഷത്തോളം പാരാമീറ്റേഴ്സ് ഒരു 30 ആറ്റമുള്ള ഒരു മോളിക്യൂളിന് ആവശ്യമുണ്ടെങ്കിൽ അതിലാകെ 2466 മാത്രമേ മോസ്റ്റ് യൂസ്ഫുൾ ടോർഷണൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നുള്ളൂ. അതായത് ഏറ്റവും അത്യാവശ്യമുള്ളത് ഇവരെയാണ്. ബാക്കിയുള്ള ആൾക്കാരും ആവശ്യമുണ്ടെന്നാലും ഏറ്റവും അത്യാവശ്യമുള്ളത് ഇവർ. ഇത്രയും പേരെ കിട്ടിയാൽ നമുക്ക് അത്യാവശ്യം എന്ത് പറയാം? എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ MM2 മെത്തേഡിൽ എന്തേ ചെയ്യുന്നുള്ളൂ? ഈ 12 ലക്ഷം പേരിൽ ആകെ 2466 പേരുടെ കാര്യം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മീനിങ് ദാറ്റ് certain torsions cannot be described. Some programs use a set of generic parameters when the proper ones are unavailable, and this can lead to inaccurate result. Lack of parameters for different types of atoms, chemical bonds, dihedral angles and so on. The parameter set are usually empirical. A force field would include distinct parameters for an oxygen atom in a carbonyl functional group and in a hydroxyl group. Okay, അപ്പോൾ അത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് താഴേക്ക് പോകാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ 12 ലക്ഷത്തോളം പാരാമീറ്റേഴ്സിനൊന്നും കൺസിഡർ ചെയ്യാവുന്ന സിസ്റ്റത്തെ കൊണ്ട് പറ്റില്ല. അത്യാവശ്യം വേണ്ട 2500 പാരാമീറ്ററിന് ഞങ്ങൾ മാക്സിമം പോയാൽ ഞങ്ങൾ കണക്ക് കൂട്ടും. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ചില പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. ചില ടോർഷണൽ പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള, കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി പ്രീ സെറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ അങ്ങ് കൊടുക്കും. നമ്മളൊക്കെ അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ കൊടുക്കും. നമ്മൾ ഈ പറയുന്ന സെമി എംപിരിക്കൽ മെത്തേഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ.
അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒരു ഫോഴ്സ് ഫീൽഡ് മെത്തേഡ് എപ്പോഴും പാരാമീറ്റർ സെറ്റ് ചെയ്യുമ്പം ഓക്സിജൻ ആറ്റത്തിന് ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞല്ല കൊടുക്കുക. ആ ഓക്സിജൻ ആറ്റം ഒരു കാർബോണിൽ ഗ്രൂപ്പിനാണ് ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സിന് ഒരു വാല്യൂസ് ആയിരിക്കും. അതല്ലാതെ ഇരിക്കുന്ന ഒരു ഹൈഡ്രോക്സിൽ OH ഗ്രൂപ്പിലാണെങ്കിൽ അതിന് വേറെ വാല്യൂസ് ആയിരിക്കും. And the typical parameters set include values for atomic mass, van der Waals radius, and partial charge for individual atoms, and equilibrium values of bond length, bond angle, and dihedral angle of pairs, triplets, and quadruplets of bond atoms, and values corresponding to the effective spring constant for each potential. ഇത്രയും കാര്യം ഈ പറയുന്ന ഒരു പാരാമീറ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, then it can be difficult to extract the necessary parameters from experiment, especially because experiment most directly probes molecules at their equilibrium geometries. Ab initio electronic structures methods are being used more commonly to determine some of the parameters. Unfortunately, van der Waals interactions are hard to get reliably from any but the largest ab initio computations, and are usually fit to experimental data for solids or liquids instead. അതായത് നമുക്കിവിടെ കാര്യങ്ങൾ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും വരുന്നത്, ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു വർണ്ണനയായിട്ട് കൊടുത്തതേ ഉള്ളൂ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പാരാമീറ്ററൈസേഷനെ പറ്റി അങ്ങനെ ചോദ്യങ്ങൾ വന്ന് കാണാറില്ലാത്തതാണ്. ഞാൻ പിന്നെ ഒരു വർണ്ണനയായിട്ട് അങ്ങ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാലും മതി. ദെൻ ഹീറ്റ് ഓഫ് ഫോർമേഷൻ. ഹീറ്റ് ഓഫ് ഫോർമേഷൻ്റെ ഒരു കാൽക്കുലേഷനെ പറ്റി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, അതൊന്നും ചോദിക്കാറൊന്നുമില്ല, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ പറയുന്ന ഹീറ്റ് ഓഫ് ഫോർമേഷൻ അല്ല ഏത് കാൽക്കുലേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന ഫോഴ്സ് ഫീൽഡ് മെത്തേഡ്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് കുറേ സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അബിനീഷ്യോ മെത്തേഡ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അബിനീഷ്യോ മെത്തേഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഈ പാരാമീറ്റേഴ്സ് പ്രീസെറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് ഇത് ഇവിടെ ഏകദേശം ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതൊന്നും നിങ്ങളുടെ സിലബസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത കാര്യങ്ങളൊന്നും അല്ല. ഞാൻ പിന്നെ പഴയ സിലബസ് പ്രകാരം കുറച്ച് നീട്ടിയും കിട്ടുന്നേ ഉള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണം നിർബന്ധമൊന്നുമില്ല. നമുക്കിനി വരുന്നത് കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻറ്റ് ഫോഴ്സ് ഫീൽഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് ഫീൽഡ് മെത്തേഡ്സിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1 മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഹയർ ഓർഡർ ടേംസ് ആൻഡ് ക്രോസ് ടേംസ് കൺസിഡർ ചെയ്യുന്നതാണ്. ആക്യുറസി കൂടുതലാണ്. യൂസ്ഡ് ഫോർ സ്മോൾ ഓർ മീഡിയം സൈസ്ഡ് മോളിക്യൂൾസ് ആണ്. എക്സാമ്പിൾ CFF, EFF, MM14 അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഫോഴ്സ് ഫീൽഡ് മെത്തേഡ്സിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ് 1 മെത്തേഡ്സും ക്ലാസ് 2 മെത്തേഡ്സും ഉണ്ട്. ക്ലാസ് 1 മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആക്യുറസി വളരെ കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്മോൾ സിസ്റ്റംസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ ക്ലാസ് 2 മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഫോർ വെരി ലാർജ് മോളിക്യൂൾസ് ആണ്. പ്രോട്ടീൻ പോലുള്ള വെരി ലാർജ് മോളിക്യൂൾസിന് ഉപയോഗിക്കുന്നതാണ് ക്ലാസ് 2 മെത്തേഡ്. മേഡ് ചീപ്പർ ബൈ യൂസിങ് ഓൺലി ക്വാഡ്രാറ്റിക് ടൈലർ എക്സ്പാൻഷൻ ആൻഡ് നെഗ്ലക്റ്റിംഗ് ക്രോസ് ടേംസ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറയുന്ന ആംബറും ചാമും എല്ലാം തന്നെ ഈ പറയുന്ന ക്ലാസ് 2 മെത്തേഡ്സ് ആണ്. ഇവരുടെ പ്രത്യേകത ലാർജ് മോളിക്യൂൾസിനെ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല ഇവരുടെ പ്രത്യേകത വെച്ചാൽ ഈ പറയുന്ന ടൈലർ സീരീസ് ആണെങ്കിലും ഒരു 3rd ടേം 4th ടേം വരെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്, ടോർഷൻ ടേംസ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്രോസ് ടേംസിനെ അവിടെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന സ്ട്രെച്ചിങ്ങിനെയും ബെൻഡിങ്ങിനെയും കമ്പൈൻ ചെയ്തെടുക്കുന്നൊന്നുമില്ല, എല്ലാം ഇൻഡിവിജ്വലി പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചീപ്പാണ്, വലിയ സിസ്റ്റംസിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ആക്യുറസിക്ക് അന്നേരം ഈ പറയുന്ന ക്ലാസ് 1 മെത്തേഡ്സിനേക്കാളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ആക്യുറസിയുടെ കാര്യത്തിൽ. അപ്പം നമുക്ക് എന്താണ് ഈ പറയുന്ന ആംബറും ചാമും എന്ന് നമുക്ക് നോക്കാം. ആദ്യം ആംബർ, ഈ ഫുൾ നെയിം ഓർത്ത് വയ്ക്കണേ. ഇത് ആംബറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പറയാനുള്ളതാണ്. ചാമിൻ്റെയും പറയാനുണ്ട്, അതാളെ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റഡ് മോഡൽ ബിൽഡിംഗ് വിത്ത് എനർജി റിഫൈൻമെൻറ്റ്. In order to use the amber force field, it is necessary to have values for the parameters of the force field. A fairly large number of these parameters set exist and are described in detail in the amber software user manual. Each parameter set has a name and provide parameters for certain types of molecules. Peptide, protein, and nucleic acid parameters are provided by parameter set with names beginning with FF and containing 2-digit year number, for instance FF99. FF99 എന്ന് വെച്ചാൽ ഇത്രയുള്ള ആകപ്പാടെ അത് ഈ പറയുന്ന പെപ്റ്റൈഡ്, പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് പാരാമീറ്റേഴ്സ് ആണ്. അതിനെ ഉപയോഗിക്കേണ്ട പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റർ സെറ്റ് നമുക്ക് ഈ പറഞ്ഞ ആംബറിൽ ഡെവലപ്ഡ് ആണ്. ദെൻ 99 എന്ന് സൂചിപ്പിക്കുന്നത് അത് ഇയർ 1999 ഡെവലപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. Then GAFF, General Amber Force Field, provides parameters for small organic molecules to facilitate simulations of drug and small molecule ligands in conjunction with the biomolecules.
അത് അടുത്തൊരു പാരാമീറ്ററിൻ്റെ കേസ് പറഞ്ഞതേ ഉള്ളൂ. ദെൻ ചാം, ഈ ഹെഡിങ് നോക്കിയോ, കെമിസ്ട്രി അറ്റ് ഹാർവാർഡ് മാക്രോമോളിക്കുലർ മെക്കാനിക്സ്. ഈ ചാമിൻ്റെ കേസ് വരുമ്പം ദ ചാം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇൻവോൾവ് എ നെറ്റ്വർക്ക് ഓഫ് ഡെവലപ്പേഴ്സ് ത്രൂ ഔട്ട് ദ വേൾഡ് വർക്കിംഗ് വിത്ത് മാർട്ടിൻ കാർപ്ലസ്. ഈ പേര് കേട്ട് പരിചയം ഉണ്ടാകുമായിരിക്കും, NMR സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് പരിചയമുള്ള പേരായിരിക്കും. ആൻഡ് ഹിസ് ഗ്രൂപ്പ് അറ്റ് ഹാർവാർഡ് ടു ഡെവലപ്പ് ദ മെയിൻറ്റെയിൻ ദ ചാം പ്രോഗ്രാം. ഇറ്റ് ഇൻക്ലൂഡ്സ് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഫോർ യുണൈറ്റഡ് ആറ്റംസ് ചാം 19, ഫോർ ഓൾ ആറ്റം ചാം 22, ആൻഡ് ഫോർ ഡൈഹൈഡ്രൽ പൊട്ടൻഷ്യൽ. ഓരോ ചാമിൻ്റെ പൊട്ടൻഷ്യൽ ഫോഴ്സ് ഫീൽഡുകളാണ്. അപ്പം നിങ്ങൾ ചാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡെഫിനേഷനും പിന്നെ ഈ കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് എഴുതി വെച്ചാൽ മതി, അത്ര നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇനി അതല്ലാതെ തന്നെ ചാമിനെ പറ്റി വളരെ